മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ, എല്ലാവരും ചേർന്ന് ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ എല്ലാവരും ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. എല്ലാവരും മനസ്സിൽ ഈശോയെ സ്നേഹിച്ച് ആരാധിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കട്ടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കട്ടെ, സർവശക്തിയോടെ ആരാധിക്കട്ടെ. എല്ലാവർക്കും മടങ്ങുന്ന അവിടുത്തെ ആരാധിക്കട്ടെ, അദ്ദേഹത്തിന് മുമ്പിൽ ആരാധിക്കട്ടെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലും. പുറപ്പാട് 20:24. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുന്നിടത്തല്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവേ, എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ആരാധിക്കുന്ന സ്തുതിക്കുന്നു, ജീവിക്കുന്ന ദൈവപുത്രനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനുള്ള ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന.
നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം, 33-34 വാക്യം. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവും. ലൂക്കാ 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സവൻ തുറന്നു. ജെറമ്യാ 5:14. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. വചനമാകുന്ന അഗ്നി കർത്താവേ, ഞങ്ങളെ മുഴുവനായി വിഴുങ്ങട്ടെ, ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കട്ടെ. വചനാഗ്നിയിൽ, പരിശുദ്ധാത്മ ജ്വാലയിൽ ഞങ്ങളെ എരിയിക്കണം. തീഷ്ണത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. വചനശക്തിയാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണം, ബലപ്പെടുത്തണം, അഭിഷേകം ചെയ്യണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ പ്രാർത്ഥിക്കണമേ. വചനത്തിൻ്റെ 100 മേനി വിളവ് പുറപ്പെടുവിക്കാൻ ഇടയാകുന്നതിനിടെ അമ്മ പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ബ്രൂണോ എന്നൊരു വിശുദ്ധനുണ്ട്. വിശുദ്ധ ബ്രൂണോയുടെ ജീവിതത്തിലെ ഒരു സംഭവം വായിച്ചത് ഇങ്ങനെയാണ്. രസകരമായൊരു സംഭവമാണ്. ബ്രൂണോ എന്ന വിശുദ്ധൻ അത് രാവിലെ ഉണർന്ന് ധ്യാനത്തിനിരിക്കുകയാണ്. വചനധ്യാനം. ഏകാന്തതയിൽ, നിശബ്ദതയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെ പുറത്തു നിന്നുള്ള തവളകളുടെ ശബ്ദം അലോസരപ്പെടുത്താൻ തുടങ്ങി. കഠോരമായ തവളകളുടെ ശബ്ദം കേട്ട് അദ്ദേഹം ആകെ അസ്വസ്ഥനായ മനസ്സോടുകൂടി അദ്ദേഹം എഴുന്നേറ്റ് ദേഷ്യത്തോടുകൂടി ജനലിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് പുറത്ത് ശബ്ദമുണ്ടാക്കുന്ന തവളകളോട് ഇങ്ങനെ പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഞാൻ ധ്യാനിക്കുമല്ലേ, ശല്യപ്പെടുത്തരുത്. തവളകൾ മിണ്ടാതിരുന്നു എന്നാണ് അവിടെ ചരിത്രം പറയുക. തവളകൾ മിണ്ടാതായി. ബ്രൂണോ പോയി ആഗ്രഹിച്ചതുപോലെ ഏകാന്തതയിൽ, നിശബ്ദതയിൽ ധ്യാനം ആരംഭിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ ഈ തവളകളും? ഈ തവളകൾക്ക് ഈ സ്വരം കൊടുത്തത് ദൈവമല്ലേ? അപ്പോൾ ദൈവത്തിന് ഈ സ്വരം ഇഷ്ടമായിരിക്കും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമായ ഈ സ്വരത്തെ വേണ്ട എന്ന് പറയാൻ ഞാൻ ആരാണ്? അവൻ പെട്ടെന്ന് ഈ ചിന്ത അവനെ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ അവൻ പെട്ടെന്ന് വീണ്ടും ജനലരിക്കലേക്ക് ചെന്നു. എന്നിട്ട് തവളകളോട് പറഞ്ഞു, പാടൂ. ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ അത് കഠോര ശബ്ദമായിരുന്നെങ്കിൽ അദ്ദേഹം അവരോട് ചെന്ന് പറഞ്ഞു, പാടൂ. അവ വീണ്ടും ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ കഠോര ശബ്ദം അദ്ദേഹത്തിനൊരു സംഘഗാനം പോലെ തോന്നിയെന്നാണ് സംഭവം പറയുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് എടുത്തു വെച്ച് പരിശോധിക്കുകയാണ്. ഇവിടെ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി ദൈവപുത്രൻ പ്രാർത്ഥിക്കുകയാണ് പിതാവായ ദൈവത്തോട്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ഈശോ
തന്നെ ക്രൂശിച്ചവരെ മനസ്സിലാക്കി. അവരെ മനസ്സിലാക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്യുന്നതാണെന്ന്, ദൈവപുത്രനെ ക്രൂശിക്കുന്നതാണെന്ന് ഈശോ അറിയുമ്പോൾ ഈശോ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, മധ്യസ്ഥം വഹിക്കുകയാണ്. ഈശോ യൂദാസിനെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ യൂദാസിനെ വിളിക്കുന്ന സ്നേഹിത, ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണ്. മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുക, സ്നേഹിത എന്നാണ് വിളിക്കുക. യൂദാസിനെയും ഈശോയ്ക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു. ഒരു മനോഹരമായ ഒരു കൊട്ടേഷൻ ഒരു ദിവസം ഒരു വൈദികൻ എനിക്ക് അയച്ചു തരികയുണ്ട്. അതിങ്ങനെയാണ്, അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും തറഞ്ഞു കിടക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ഇംഗ്ലീഷിലാണ്. അഡ്ജസ്റ്റ്മെന്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്, ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല ജീവിതത്തിൽ. അതിനേക്കാളും പ്രധാനപ്പെട്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോവുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല. ഇല്ലെങ്കിൽ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിർത്തി, ഇഷ്ടമില്ലെങ്കിലും കൂടെ നിർത്തി കൊണ്ടുപോകുന്നത് വലിയ കാര്യമൊന്നുമല്ല. മറിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതേത് വ്യക്തിയാണെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. ചിലവരെ നമുക്ക് ഇഷ്ടപ്പെടാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷേ അവരുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഇന്ന കുറവുള്ള വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളത്, എൻ്റെ സഹപ്രവർത്തകൻ ഇന്ന കുറവുണ്ട്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുറവുണ്ട്, എൻ്റെ മക്കൾക്ക് ഇന്ന കുറവുണ്ട്, എൻ്റെ മാതാപിതാക്കൾ കുറവുകളുള്ളവരാണ്, ആ കുറവുകൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ സാധിച്ചാൽ ജീവിതം ആനന്ദകരമാകും. ബ്രൂണോയ്ക്ക് തൻ്റെ ജീവിതത്തിൽ, വിശുദ്ധ ബ്രൂണോയ്ക്ക് തൻ്റെ ജീവിതത്തിൽ തവളകളുടെ ശബ്ദം സംഘഗാനം പോലെ അനുഭവപ്പെട്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, അവൻ മനസ്സിലാക്കി തവളയുടെ ശബ്ദം ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തിന് മനോഹരമായതിനെ ഞാൻ മോശം എന്ന് വിളിക്കാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമുക്കൊന്നിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇതുപോലെ ദൈവത്തെ മനസ്സിലാക്കിയവളാണ്. ഈശോ ദൈവപിതാവിനെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്ന ഈശോ ദൈവഹിതത്തിന് കീഴടങ്ങുന്നതാണ് ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടുമുട്ട്. ഗെത്സമനയിൽ ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിനെ മനസ്സിലാക്കി പുത്രനെ അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. കുരിശിൽ തലചായ്ച്ച് മരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കിയ ഒരു ദൈവപുത്രനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പരിശുദ്ധമ്മ പറഞ്ഞു, അവളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിനെ കീഴടക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. വീണ്ടും വചനം പറയും, മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൾ ഹൃദയത്തിലിട്ട് ധ്യാനിച്ചതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, മനസ്സിലാക്കി. രണ്ടൂരെ അർത്ഥമാണ്. പരിശുദ്ധമ്മ ദൈവത്തെ മനസ്സിലാക്കി, ദൈവിക പദ്ധതിയെ മനസ്സിലാക്കി, അംഗീകരിച്ചു, അതിനെ സ്നേഹിച്ചു. അപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ദൈവഹിതം, ദൈവം നടത്തിയ വഴികളും അനുഗ്രഹമായി തീർന്നു. ലോകമാതാവായിട്ട് അവൾ മാറി. സർവ്വജനപദങ്ങളുടെ നാഥയായിട്ട് പരിശുദ്ധ അമ്മ മാറി. പറയാമോ? ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. സാമുവേലിന്റെ പുസ്തകത്തില് നമ്മൾ കണ്ടെത്തുന്ന മനോഹരമായ ഒരു രംഗമുണ്ട്. ശിമെയി ദാവീദിനെ ശപിച്ചുകൊണ്ട് അവന്റെ പലായനത്തിന്റെ വഴികളിൽ അവനെ അനുഗമിക്കുകയാണ്. നീ ചെയ്ത തെറ്റിനുള്ള പ്രതിഫലമാണ് നിന്റെ ഈ പലായനം, നിന്റെ ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞ് ദാവീദിനെ ശപിക്കുമ്പോൾ ശിമെയിയെ കൊന്നുകളയാനായിട്ട് ദാവീദിന്റെ കൂട്ടാളികൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ദാവീദ് അവരെ തടയും. എന്നിട്ട് പറയും, അവനെ കൊല്ലണ്ട. ദൈവം പറഞ്ഞിട്ടാണെങ്കിലോ അവൻ ഇത് ചെയ്യുന്നത്, ദൈവം അനുവദിച്ചിട്ടാണ് അവനിത് ചെയ്യുന്നതെങ്കിൽ അവനെ തടയാൻ ഞാൻ ആരാണ്? എൻ്റെ കഷ്ടത കണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചേക്കാം. എൻ്റെ കഷ്ടത കണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചേക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കൂടെയുള്ളവനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ, കൂടെ ജീവിക്കുന്നവരെ, കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എഫേസ്യർ 6:12 വചനം നമ്മൾ ധ്യാനിക്കണം.
10-ാമത്തെ വാക്യം മുതൽ ചിന്തിച്ചാൽ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനെതിരായിട്ടല്ല യുദ്ധം. നമ്മുടെ യുദ്ധം, സ്നേഹമുള്ളവരെ, നമുക്കെതിരെ ഒരു വ്യക്തി തിന്മ ചെയ്യുമ്പോഴും അതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ആ തിന്മ ചെയ്തത് ആ വ്യക്തിയല്ല, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു തിന്മയുടെ ആത്മാവുണ്ട്, ഒരു ദുഷ്ടാരൂപിയുണ്ട്. അവനെ പ്രലോഭിപ്പിച്ച് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു തിന്മയെ കണ്ടെത്താൻ സാധിച്ചാൽ, നിനക്കെതിരെ പ്രവർത്തിപ്പിക്കുന്ന ഒരു തിന്മയെ കണ്ടെത്താൻ സാധിച്ചാൽ, ആ വ്യക്തിക്കെതിരെ അല്ല നീ യുദ്ധം ചെയ്യേണ്ടത്, മറിച്ച് അത് ചെയ്യിപ്പിക്കുന്ന പിശാചിനെതിരെയാണ് യുദ്ധം. അവനെതിരെയുള്ള യുദ്ധം വാക്കുകൊണ്ടല്ല, വചനം കൊണ്ടാണ്. വചനം കൊണ്ട്, വചനമാകുന്ന വാളുപയോഗിച്ച് തിന്മയെ കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഇതാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് തിന്മയെ കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം, ഈശോയെ ആരാധിക്കാം, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ സാഹചര്യത്തിലും ആത്മാക്കളെ വിവേചിക്കാനായിട്ട്, വ്യക്തികളെ വിവേചിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, തിന്മയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ് തിന്മയ്ക്കെതിരെ പൊരുതാനായിട്ട്. വ്യക്തികൾക്കെതിരെ അല്ല നമ്മുടെ യുദ്ധം. ആരെയും വെറുക്കരുത്, ആരെയും ഉപേക്ഷിക്കരുത്, ആരെയും ഒറ്റപ്പെടുത്തരുത്. ദൈവത്തിൽ ആശ്രയിച്ച് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗ്രഹിക്കാനുള്ള കൃപ, ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ജ്ഞാനം നൽകട്ടെ. ജ്ഞാനത്തിൽ, ദൈവാത്മാവിൻ്റെ കൃപയിൽ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ഒന്ന് ആരാധിച്ചേ, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കൃപ നൽകണേ കർത്താവെ, കൃപയാൽ നിറയ്ക്കണേ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം എല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദരനെ മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എല്ലാവരും മനസ്സിലാക്കാനുള്ള കൃപ നൽകണേ കർത്താവേ. ആരുടെങ്കിലൊക്കെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ പകയോ സൂക്ഷിക്കുന്നുണ്ടോ, മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ചോദിച്ച് പ്രാർത്ഥിച്ചേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ചോദിച്ചേ. കൃപ വേണമപ്പ, ശക്തി പുറപ്പെട്ടു. കൃപ വേണമപ്പ, വചനത്തിന്റെ അഭിഷേകങ്ങൾ വെളിപ്പെടട്ടെ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ എല്ലാം സൗഖ്യമാക്കി. മുറിവുകളായിട്ടിരിക്കുന്നവരിലേക്ക് കർത്താവെ സൗഖ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, മനസ്സൗഖ്യം നൽകണമേ, ആന്തരിക മുറിവുകൾക്ക് കർത്താവെ സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ച് പ്രാർത്ഥിച്ചേ. സൗഖ്യം നൽകണമേ, എന്റെ ഹൃദയത്തെ സുഖപ്പെടുത്തണേ. ആരോടൊക്കെയോ ഞാൻ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക സൂക്ഷിച്ചിരിക്കുന്ന മനസ്സിൽ കർത്താവേ അവരെ മനസ്സിലാക്കാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ആരാധിക്കുന്നു. കൃപ വേണമപ്പ മക്കൾക്ക്. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിൽ കൃപയൊഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനം ഒഴിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈരാഗ്യത്തിന്റെ പകയുടെ കെട്ടഴിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16, 25, 26. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസ് സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീണു. കർത്താവേ സമയത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മേഖലകളെ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആർക്കെങ്കിലും എതിരെ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും തുറക്കില്ല, ആ ബന്ധം ഇനി ഒരിക്കലും പുനരാരംഭിക്കില്ല എന്ന വിധത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഇപ്പോൾ ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെറുപ്പിന്റെ മേഖല അവസാനിപ്പിക്കപ്പെട്ട ബന്ധങ്ങൾ കർത്താവ് ഇപ്പോൾ നവീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ ഈശോയേ. ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് പ്രിയമുള്ളവരെ, ഈശോ ഇപ്പോൾ നിങ്ങളുടെ വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. മർക്കോസിന്റെ സുവിശേഷം 11:25 പ്രാർത്ഥിക്കല്ലേ പ്രിയമക്കളെ, പ്രാർത്ഥിക്കല്ലേ. പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നു, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേ, അപ്പോൾ സ്വർഗത്തിലുള്ള പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിന്റെ ഹൃദയം വിശാലമാകട്ടെ, ഈശോയെ പോലെ വിശാലമാകട്ടെ, പരിശുദ്ധ അമ്മയെ പോലെ വിശാലമാകട്ടെ. ചോദിച്ചേ, ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ കൃപ കൊടുക്കണം. ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ, മറക്കുവാൻ കഴിയാത്തതു കണ്ണീരോടെ പ്രാർത്ഥിച്ചേ. മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ, ഒന്നോർത്തെടുത്തേ. ആരോടെങ്കിലും എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ വൈരാഗ്യം, പക, പ്രതികാര ചിന്ത? മറക്കുവാൻ കഴിയാത്തേ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. കരങ്ങളുയർത്തി വിളിച്ചേ, യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, കണ്ണീരോടെ വിളിച്ചേ, ചങ്കുപൊട്ടി വിളിച്ചേ, യേശുവേ, നീ മാത്രമെൻ കണ്ണീരോടെ വിളിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ഇടപെടണേന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 3:8 ബന്ധിക്കണേ യേശുവേ. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകൾ അഴിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. യേശുവേ, നീ മാത്രമേ സഹായം. എല്ലാ മേഖലകളിലേക്ക് സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു. ഈശോയുടെ നാമത്തിൽ സൗഖ്യം സംഭവിക്കുന്നു. വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വെറുപ്പിന്റെ ഫലമായിട്ട് കടന്നു വന്നിട്ടുള്ള രോഗവേടകൾ കർത്താവ് ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ സുഖപ്പെടുന്നു. തലവേദനകൾ ഇപ്പോൾ സുഖപ്പെടുന്നു ഈശോയുടെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി നിറയ്ക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയം ദൈവകരുണയും കൃപയും ഒഴുകും. പ്രിയമുള്ളവരെ, ഒരത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിച്ചേ, നീ ക്ഷമിച്ച് പ്രാർത്ഥിച്ചില്ലേ? നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇത് അത്ഭുതം പ്രവർത്തിക്കുന്നു. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും. നിങ്ങളുടെ ഇടയിൽ ദൈവം നാളെ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗസൗഖ്യങ്ങൾ യേശുനാമത്തെ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ യേശുനാമത്തെ സംഭവിക്കട്ടെ. ഐശ്വര്യ, സമൃദ്ധി, അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങളിൽ സമാധാന, സന്തോഷം നിറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,